നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിൽ എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ നിയമമാകും. ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ മുഖ്യ വാഗ്ദാനമായ ബിൽ നടപ്പിലാകുന്നത് പാർട്ടി അധികാരത്തിലെത്തി 18 മാസങ്ങൾക്കു ശേഷം. പ്രയോജനം ലഭിക്കുന്നത് 15 ദശലക്ഷത്തോളം പേർക്ക്. യുകെയിൽ പുതിയ റെന്റേഴ്സ് റൈറ്റ്സ് ആക്ട് വരുന്നു. നിയമം പ്രാബല്യത്തിൽ വരുന്നത് മെയ് മാസത്തിൽ. ഹൗസിന് മൾട്ടിപ്പിൾ ഓക്യുപ്പേഷൻ ലൈസൻസ് ഇല്ല എങ്കിൽ കർശന നടപടി. വ്യവസ്ഥകൾ ലംഘിക്കുന്ന വീട്ടുടമസ്ഥർക്ക് വൻ പിഴ. യുകെയിൽ എനർജി ഡ്രിങ്കുകളുടെ അമിത ഉപയോഗം ആശങ്കയാകുന്നു. മുന്നറിയിപ്പുമായി മെഡിക്കൽ വിദഗ്ധർ. നോട്ടിംഗ്ഹാമിൽ 50 വയസ്സുള്ള ആരോഗ്യവാനായ ഒരു പുരുഷന് സ്ട്രോക്ക് സംഭവിച്ചതിൽ കടുത്ത ആശങ്ക. എനർജി ഡ്രിങ്ക് ഉപഭോഗം നിയന്ത്രിക്കാൻ കർശന നടപടി. അമേരിക്കയിൽ അറ്റോർണി ജനറൽ പാം ബോണ്ടിക്കെതിരെ ഇൻഹറന്റ് കണ്ടംപ്റ്റ് നടപടികൾ സ്വീകരിക്കാൻ US കോൺഗ്രസ്. നടപടി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ പൂർണ്ണമായി പുറത്തുവിടാത്തതിൽ പ്രതിഷേധിച്ചു. പുറത്തുവന്ന ഫയലുകളിൽ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ചിത്രങ്ങൾ ഉൾപ്പെട്ടതിനെ കുറിച്ച് വിശദീകരണം നൽകണമെന്ന് സെനറ്റർ ടിം കെയ്ൻ. ഇന്ത്യൻ കറൻസിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം നീക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. കറൻസിയിൽ ആർഷഭാരത സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിഹ്നമായിരിക്കും ഇനി ഉപയോഗിക്കുക എന്നും ജോൺ ബ്രിട്ടാസ്. പാർലമെന്ററി പാർട്ടിയുമായി ബന്ധമില്ലാത്ത പ്രിയങ്ക ഗാന്ധി എന്തിനാണ് മോദിയുടെ ചായ സൽക്കാരത്തിന് പോയതെന്നും MP. ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കിയ ശേഷം BJPക്ക് ലഭിച്ച സംഭാവനയിൽ 50% വർധന. 2024-2025 BJPക്ക് ലഭിച്ചത് 6088 കോടി. സംഭാവന കിട്ടിയത് കോൺഗ്രസിനേക്കാൾ 12 ഇരട്ടി. ഇലക്ട്രൽ ട്രസ്റ്റ് വഴി 3744 കോടി. വ്യക്തികളും സ്ഥാപനങ്ങളും വഴി BJPക്ക് ലഭിച്ചത് 2344 കോടി. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട രാമനാരായണന്റെ ബന്ധുക്കളുമായി നടത്തിയ ചർച്ച വിജയകരം. 10 ലക്ഷം രൂപയിൽ കുറയാത്ത തുക നഷ്ടപരിഹാരം നൽകും. മൃതദേഹം എംബാം ചെയ്ത ശേഷം ഛത്തീസ്ഗഡിലേക്ക് എത്തിക്കുന്നത് സർക്കാർ ചെലവിൽ. കേസിൽ ആൾക്കൂട്ട കൊലപാതകം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തും. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്ത്. സ്വർണത്തിന് പകരമായി 9,99,995 രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയെന്ന് റോധം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ. തുക കൈമാറിയത് അന്നദാന ട്രസ്റ്റിലേക്ക്. രേഖകൾ സഹിതം ഗോവർദ്ധൻ ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. 18 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടനിലെത്തിയ സ്ത്രീക്ക് ബ്രിട്ടീഷ് പൗരത്വം അനുവദിച്ചു. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചുവെന്ന കാരണത്താൽ പൗരത്വം നിഷേധിച്ചിരുന്ന ഹോം ഓഫീസ് തീരുമാനമാണ് ഹൈക്കോടതി നടപടികൾക്കൊടുവിൽ പിൻവലിച്ചത്. അഭയാർത്ഥികളുടെ പൗരത്വാപേക്ഷകൾ സാധാരണയായി തള്ളുന്ന പുതിയ നയത്തിന് കീഴിലെ ആദ്യ വിജയം കൂടിയാണ്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ തടവിലാക്കപ്പെടുകയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത അതിജീവിത ജീവൻ രക്ഷിക്കാൻ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് രാജ്യം വിട്ടത്. കെനിയ വഴി ബ്രിട്ടനിലെത്തിയ സ്ത്രീ അഭയം തേടുകയും അവരുടെ അവകാശവാദങ്ങൾ വിശ്വാസയോഗ്യമാണെന്ന് കണ്ടെത്തിയതോടെ അഭയം ലഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അവർക്ക് സ്ഥിരതാമസാനുമതിയും ലഭിച്ചു. 3 ബ്രിട്ടീഷ് പൗരന്മാരായ കുട്ടികളുള്ള ഇവർ സമൂഹത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയുമായിരുന്നു. ഈ വർഷം പൗരത്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും ഗുഡ് ക്യാരക്ടർ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടി ഹോം ഓഫീസ് അപേക്ഷ തള്ളുകയായിരുന്നു. ഇതിനെതിരെ നൽകിയ നിയമ പോരാട്ടത്തിൽ അനധികൃത പ്രവേശനം അഭയാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്ന സാഹചര്യമാണ് എന്ന് കോടതി വിലയിരുത്തി. തുടർന്ന് ഹോം ഓഫീസ് നിലപാട് മാറ്റുകയും പൗരത്വ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ വൻ വിജയം കൈവരിച്ച് ലേബർ പാർട്ടി അധികാരത്തിലെത്തി 18 മാസങ്ങൾക്ക് ശേഷം പുതിയ എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ നിയമമാകും. അടിസ്ഥാനപരമായ വ്യക്തി അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഈ ബിൽ ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഒരു മുഖ്യ ഇനമായിരുന്നു. യുകെയിൽ ആകമാനം ഏകദേശം 15 ദശലക്ഷത്തോളം പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കുറഞ്ഞ വേതനക്കാർക്കും തൊഴിൽ സുരക്ഷയില്ലാത്തവർക്കും ഇത് കൂടുതൽ പ്രയോജനകരമായിരിക്കും. പുതിയ നിയമം അനുസരിച്ച് ജോലിയിൽ കയറി ആദ്യ ദിവസം മുതൽ തന്നെ മെറ്റേണിറ്റി ലീവിനും പാരന്റൽ ലീവിനും അർഹതയുണ്ടായിരിക്കും. പുതിയ നിയമം സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ, ഗർഭിണികൾക്കുള്ള സംരക്ഷണം, നീതികരമല്ലാത്ത പിരിച്ചുവിടലിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയ്ക്കും ജോലിയിൽ കയറിയ ആദ്യ ദിവസം മുതൽ തന്നെ ഓരോ തൊഴിലാളികൾക്കും അവകാശം ലഭിക്കും. നിശ്ചിത തൊഴിൽ സമയം ഉറപ്പു നൽകാതെയുള്ള 0 അവർ കരാറുകൾ ഇല്ലാതാക്കിയതും ദുഃഖാചരണത്തിനുള്ള അവധിക്കുള്ള അവകാശം വിപുലപ്പെടുത്തിയതുമാണ് ഈ നിയമത്തിലെ മറ്റ് 2 സുപ്രധാന കാരണങ്ങൾ. ഈ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരും വ്യവസായശാലകളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കും. നിയമത്തിലെ നിബന്ധനകളെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി 2 വർഷത്തിനുള്ളിലായിരിക്കും നടപ്പിലാക്കുക. തൊഴിലാളികൾക്ക് കൂടി സൗകര്യപ്രദമായ തൊഴിൽ സമയം പുതിയ നിയമം ഉറപ്പു നൽകുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെ തൊഴിലാളികൾക്ക് സൗകര്യപ്രദമായ സമയമോ രീതികളോ നിഷേധിക്കുകയാണെങ്കിൽ അതിന് തൊഴിലുടമ മതിയായ വിശദീകരണം നൽകേണ്ടതായി വരും. 0 അവർ കരാറുകൾ പൂർണ്ണമായി നിരോധിക്കില്ല. എന്നാൽ ഉറപ്പായ തൊഴിൽ സമയം കരാറിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാൽ തൊഴിലാളികൾക്ക് അവകാശമുണ്ടായിരിക്കും. അതുപോലെ ഷിഫ്റ്റുകൾ ക്രമീകരിക്കുന്നതിനാവശ്യമായ നോട്ടീസ് നൽകേണ്ടതുണ്ട് എന്നും നിയമം പറയുന്നു. മാറിയതോ റദ്ദായതോ ആയ ഷിഫ്റ്റുകൾക്ക് നഷ്ടപരിഹാരവും ഉണ്ടായിരിക്കും.
നിലവിൽ ജോലിയിൽ കയറി 3 ദിവസമെങ്കിലും കഴിഞ്ഞാലേ സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേയ്മെന്റിന് അർഹത നേടൂ. അത് പുതിയ നിയമം എടുത്തു കളഞ്ഞു. മാത്രമല്ല SSPക്ക് അർഹത നേടാൻ കുറഞ്ഞ വരുമാനം എന്ന മാനദണ്ഡവും എടുത്തു കളഞ്ഞിട്ടുണ്ട്. SSP നിരക്കും പുതുക്കും. മെറ്റേണിറ്റി ലീവും പാരന്റൽ ലീവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ അനുശോചിക്കാൻ ബെറിയുമെന്റ് ലീവിന്റെ മാനദണ്ഡങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലവിൽ 18 വയസ്സിൽ താഴെയുള്ള മക്കളോ അല്ലെങ്കിൽ 24 ആഴ്ചകൾ നടന്ന ഗർഭിണിക്ക് ഗർഭം അലസിച്ചാലോ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. ഈ മാനദണ്ഡത്തിൽ മാറ്റം വരും. നീതിപൂർവമല്ലാത്ത പിരിച്ചുവിടലിൽ നിന്നും സംരക്ഷണം നേടാൻ ഇപ്പോൾ ഒരു തൊഴിലാളി ആ സ്ഥാപനത്തിൽ 2 വർഷം ജോലി ചെയ്തിരിക്കണം എന്നുണ്ട്. അത് നീക്കി ഇപ്പോൾ ആ സംരക്ഷണം ജോലിയിൽ കയറുന്ന ആദ്യ ദിവസം മുതൽ തന്നെ ഉറപ്പാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെലവ് കുറയ്ക്കുന്നതിനായി അനുഭവ പരിചയമുള്ള തൊഴിലാളികളെ പിരിച്ചുവിട്ട് അവരെ തന്നെ പുതിയ നിബന്ധനകളിൽ നിയമിക്കുന്ന ഫയർ ആൻഡ് ഹയർ പരിപാടിക്കും കടിഞ്ഞാണിട്ടിട്ടുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ ഇത് അനുവദനീയമായിരിക്കില്ല. തൊഴിലാളി യൂണിയനുകൾക്ക് ഇനി മുതൽ തൊഴിലിടങ്ങളിൽ കൂടുതൽ സ്വാധീനം ലഭിക്കും. അതുപോലെ 20ഓ അതിലധികമോ തൊഴിലാളികളെ ഒരു സ്ഥാപനത്തിൽ നിന്ന് 3 മാസ കാലയളവിൽ പിരിച്ചുവിടുകയാണെങ്കിൽ അതിനു മുൻപായി തൊഴിലാളി യൂണിയനുകളുമായി കൺസൾട്ടേഷൻ നടത്തേണ്ടതായി വരും. കൺസൾട്ട് ചെയ്തില്ല എങ്കിൽ പിരിച്ചുവിടുന്ന തൊഴിലാളികൾക്ക് 180 ദിവസത്തെ ശമ്പളം നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും. UK-യിൽ പുതിയ റെന്റേഴ്സ് റൈറ്റ് ആക്ട് വരുന്ന മെയ് മാസത്തോടെ പ്രാബല്യത്തിൽ വരും. വ്യവസ്ഥകൾ ലംഘിക്കുന്ന വീട്ടുടമസ്ഥകൾക്കുള്ള പിഴകളുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന തദ്ദേശ ഭരണകൂടങ്ങൾക്കുള്ള സ്റ്റാറ്റ്യൂട്ടറി മാർഗനിർദ്ദേശ രേഖ സർക്കാർ കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയിരുന്നു. പുതിയ പിഴകൾക്ക് പുറമെ നിലവിലുള്ള പിഴത്തുകകൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. റെന്റ് റീപേയ്മെന്റ് ഓർഡർ ഒഫൻസ് പിഴകൾക്ക് ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് ഏകദേശം 2 വർഷത്തെ വാടക തുകയ്ക്ക് തുല്യമാക്കിയിട്ടുണ്ട്. പുതിയ നിയമം അനുസരിച്ച് ഒരു വീട്ടുടമ തന്റെ ഒരു വീട് പരസ്പരം ബന്ധമില്ലാത്ത 3ഓ അതിലധികമോ ആളുകൾക്ക് വാടകയ്ക്ക് നൽകുകയും ഹൗസ് ഇൻ മൾട്ടിപ്പിൾ ഓക്യുപ്പേഷൻ എന്നതിന് ആവശ്യമായ ലൈസൻസ് ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ അത് ഈ വിഭാഗത്തിൽപ്പെടുന്ന കുറ്റമായി പരിഗണിക്കും. വീട്ടുടമകൾ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നറിയുന്നതിനായി പരിശോധനകൾ നടത്താൻ തദ്ദേശ കൗൺസിലുകൾക്ക് കൂടുതൽ അധികാരവും സർക്കാർ നൽകിയിട്ടുണ്ട്. അതീവ സങ്കീർണമായ പുതിയ നിയമം ഒരുപക്ഷെ നിയമം അനുസരിക്കുന്ന വീട്ടുടമകൾക്ക് പോലും ശിക്ഷ ക്ഷണിച്ചു വരുത്താൻ കാരണമായേക്കാം എന്നാണ് ലീഡേഴ്സിലെ നാഷണൽ ലെറ്റിംഗ് മാനേജിംഗ് ഡയറക്ടർ അലിസൺ തോംസൺ പറയുന്നത്. പുതിയതായി ഏർപ്പെടുത്തിയ ചില പിഴകൾ തീർത്തും ബാലിശമായ ചില സാങ്കേതിക പിഴവുകൾക്കോ പ്രക്രിയ ലാഭങ്ങൾക്കോ വരെ പിഴ ക്ഷണിച്ചു വരുത്തിയേക്കാവുന്ന സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും അവർ പറയുന്നു. UK-യിൽ എനർജി ഡ്രിങ്കുകളുടെ അമിത ഉപയോഗം ആശങ്കയാകുന്നു. എനർജി ഡ്രിങ്കുകളുടെ അമിത ഉപയോഗം ഹൃദ്രോഗത്തെയും സ്ട്രോക്കിനെയും വളർത്തിപ്പോറ്റുമെന്ന മുന്നറിയിപ്പാണ് മെഡിക്കൽ വിദഗ്ധർ നൽകുന്നത്. കഫീൻ, അമിത പഞ്ചസാര, രാസഘടകങ്ങൾ എന്നിവ ചേർന്ന ഈ പാനീയങ്ങൾ ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ആണ് പതിവായി ഉപയോഗിക്കുന്നത്. അതിന്റെ ആരോഗ്യ ഭീഷണി സംബന്ധിച്ച ബോധവൽക്കരണം വളരെ കുറവാണെന്നാണ് ഡോക്ടർമാരുടെ നിരീക്ഷണം. നോട്ടിംഗ്ഹാമിൽ 50 വയസ്സുള്ള ആരോഗ്യവാനായ ഒരു പുരുഷന് സ്ട്രോക്ക് സംഭവിച്ചതാണ് ആശങ്ക കൂടുതൽ ശക്തമാക്കിയത്. ദിവസവും 8 എനർജി ഡ്രിങ്കുകൾ കുടിച്ചിരുന്ന ആളുടെ രക്തസമ്മർദ്ദം ആശുപത്രിയിൽ എത്തിയപ്പോൾ അത്യന്തം അപകട നിലയിലെത്തിയിരുന്നു. ചികിത്സയിലൂടെ സമ്മർദ്ദം കുറച്ചെങ്കിലും വീട്ടിലെത്തിയപ്പോൾ അത് വീണ്ടും ഉയർന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൂടുതൽ പരിശോധനയിൽ ശുപാർശ ചെയ്തിരിക്കുന്ന പരമാവധിയായ 400 മില്ലിഗ്രാമിന്റെ 3 ഇരട്ടിയിലധികം കഫീൻ അദ്ദേഹം ദിനംപ്രതി സ്വീകരിച്ചിരുന്നതായി തിരിച്ചറിഞ്ഞു. എനർജി ഡ്രിങ്കുകൾ പൂർണ്ണമായി നിർത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാവുകയും മരുന്നുകളുടെ ആവശ്യം പോലും ഇല്ലാതാവുകയും ചെയ്തു. എന്നാൽ രോഗിക്ക് പൂർണ്ണമായ സുഖം ലഭിച്ചില്ല. സ്ട്രോക്കിനൊടുവിൽ ശരീരത്തിന്റെ ഇടതുഭാഗത്ത് കൈയിലും കാലിലും അനുഭവപ്പെട്ട മങ്ങൽ 8 വർഷങ്ങൾക്കിപ്പുറവും തുടരുകയാണ്. എനർജി ഡ്രിങ്ക് ഉപഭോഗം നിയന്ത്രിക്കാൻ കർശന നടപടികൾ എടുക്കേണ്ടതുണ്ടെന്നും പരസ്യങ്ങൾ നിയന്ത്രിക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ പൂർണ്ണമായി പുറത്തുവിടാത്തതിൽ പ്രതിഷേധിച്ച് അറ്റോർണി ജനറൽ പാം ബോണ്ടിക്കെതിരെ ഇൻഹറന്റ് കണ്ടംപ്റ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് US കോൺഗ്രസ് അംഗങ്ങളായ റോഗ് ഹന്നയും തോമസ് മാസിയും അറിയിച്ചു. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടണമെന്ന സമയപരിധി നീതിന്യായ വകുപ്പ് ലംഘിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. രേഖകൾ പുറത്തുവിടുന്നതുവരെ പാം ബോണ്ടിക്കെതിരെ ഓരോ ദിവസവും പിഴ ചുമത്താനാണ് നീക്കം. പുറത്തുവന്ന ഫയലുകളിൽ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ചിത്രങ്ങൾ ഉൾപ്പെട്ടതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരണം നൽകണമെന്ന് സെനറ്റർ ടിം കെയ്ൻ ആവശ്യപ്പെട്ടു. ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനായി രേഖകൾ പരിശോധിച്ചു വരികയാണെന്നും നടപടി ഭീഷണികളെ ഗൗരവമായി കാണുന്നില്ല എന്നും ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോൺ ബ്ലാഞ്ച് പ്രതികരിച്ചു. ഡിസംബർ 16-ന് ഷിക്കാഗോയിലെ CTA ബസിനുള്ളിൽ 62 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച 3 കൗമാരക്കാർക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. സൗത്ത് സിസറോ അവന്യൂവിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബസ്സിലായിരുന്നു ആക്രമണം നടന്നത്. നീല ജാക്കറ്റ് ധരിച്ച കൗമാരക്കാരൻ, ഫർ ഹൂഡുള്ള ചുവന്ന ജാക്കറ്റ് ധരിച്ചവൻ, വെള്ള ഹൂഡുള്ള ഗ്രേ ജാക്കറ്റ് ധരിച്ചവൻ എന്നിങ്ങനെയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഡിസംബർ 16 വൈകുന്നേരം 5:40ഓടെയാണ് സംഭവം. ആക്രമണത്തിൽ വയോധികനെ ഗുരുതരമായി പരിക്കേറ്റു. പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഏരിയ 4 ഡിറ്റക്റ്റീവുകളെയോ അല്ലെങ്കിൽ പോലീസിനെയോ അറിയിക്കണമെന്ന് ഷിക്കാഗോ പോലീസ് അറിയിച്ചു.
അമേരിക്കയിൽ പെനി ഉൽപാദനം നിർത്തിയതിന് പിന്നാലെ നടന്ന ലേലത്തിൽ നാണയങ്ങൾ വിറ്റുപോയത് റെക്കോർഡ് തുകയ്ക്ക്. 1790 മുതൽ തുടങ്ങിയ പെനി നാണയങ്ങളുടെ 232 വർഷത്തെ ചരിത്രമാണ് ഇതോടെ അവസാനിച്ചത്. അമേരിക്കൻ സംസ്കാരത്തിന്റെ ഭാഗമായ ഈ നാണയത്തോടുള്ള ആദര സൂചകമായി 232 സെറ്റുകൾ ലേലം ചെയ്തു. നവംബറിൽ ഉൽപാദനം അവസാനിപ്പിച്ച ശേഷം നടന്ന ലേലത്തിൽ 232 സെറ്റ് നാണയങ്ങൾ ആകെ 16.76 ദശലക്ഷം ഡോളറിനാണ് വിറ്റുപോയത്. അവസാനമായി നിർമ്മിച്ച 3 പെനികൾ അടങ്ങിയ സെറ്റ് മാത്രം $8 ലക്ഷം ഒരാൾ സ്വന്തമാക്കി. ഫിലാഡൽഫിയ, ഡെൻവർ മിന്റുകളിൽ അച്ചടിച്ച നാണയങ്ങളും ഒരു 24 ക്യാരറ്റ് സ്വർണ്ണ പെനിയും അടങ്ങുന്നതായിരുന്നു ഓരോ സെറ്റും. ഇതിൽ പ്രത്യേക ഒമേഗ അടയാളവും പതിപ്പിച്ചിരുന്നു. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ധനുമാസ തിരുവാതിര ജനുവരി 3 ശനിയാഴ്ച രാധാകൃഷ്ണ മന്ദിറിൽ ആഘോഷിക്കും. വൈകിട്ട് 6-ന് ആരംഭിച്ച് 10-ന് സമാപിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെയും നിസ്സീമമായ സഹകരണം പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. മലയാള മാസം ധനുവിൽ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം കേരളീയ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നു. ഹിന്ദു ആചാരപ്രകാരം പരമശിവന്റെ ജന്മദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിന്റെ 12 ദിവസം മുൻപ് തന്നെ ആഘോഷം തുടങ്ങുന്നു. സ്ത്രീകൾ ഈ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സന്ധ്യ കഴിഞ്ഞ് മുറ്റത്ത് നിലവിളക്കിനു ചുറ്റുമായി കൈകൊട്ടിക്കളി നടത്തിയ ശേഷം പുലർച്ചെ ജലാശയത്തിൽ തുടിച്ചു കുളിക്കുന്നതും തിരുവാതിരയുടെ പ്രത്യേകതയാണ്. മകയിരം നാളിൽ സന്ധ്യയ്ക്ക് എട്ടങ്ങാടി നീന്തിച്ചതിനു ശേഷം രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് കൈകൊട്ടിക്കളി നടത്തുന്നു. പുലർച്ചെ മംഗളം പാടി തിരുവാതിര ആഘോഷങ്ങൾക്ക് വിരാമമിടും. ഇതിനു പുറമെ ഊഞ്ഞാലാട്ടവും തിരുവാതിരക്കാലത്തെ ആഘോഷത്തിൽപ്പെടും. പ്രധാനമായും സ്ത്രീകളാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. കുടുംബത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കുന്നതിനും ഭർത്താവിന്റെയും മക്കളുടെയും സൗഖ്യത്തിനും ദീർഘായുസിനും വേണ്ടിയാണ് മംഗല്യ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത്. പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടിയും ഇതിൽ പങ്കുചേരുന്നു. എല്ലാ ഭക്തജനങ്ങളെയും ഈ ആഘോഷ രാവിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്ന് സംഘാടക സമിതി അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.96 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.14 യൂറോ. ഒരു US ഡോളർ 89.55 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 104.92 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 64.95 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇനി ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. അതിനുള്ള 1ാം ഘട്ട ആലോചനകൾ നടന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ ആർഷഭാരത സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിഹ്നം ഉപയോഗിക്കാനാണ് ആലോചന. അങ്ങനെ നീക്കം ചെയ്താൽ അതിനുശേഷമുള്ള മോദിയുടെ ചായ സൽക്കാരത്തിലും പ്രിയങ്ക ഗാന്ധിയും മറ്റുള്ളവരും പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ കരുതേണ്ടതെന്നും അദ്ദേഹം പരിഹസിച്ചു. പാർലമെന്ററി പാർട്ടിയുമായി ബന്ധമില്ലാത്ത പ്രിയങ്ക ഗാന്ധി എന്തിനാണ് മോദിയുടെ ചായ സൽക്കാരത്തിന് പോയത്? എന്ത് സന്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ നൽകുന്നത്? ഇതിനേക്കാൾ പ്രാധാന്യം കുറവുള്ള വിഷയങ്ങളിൽ ചായ സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. ചായ സൽക്കാരത്തിന് പോകണമെങ്കിൽ അസാമാന്യ രാഷ്ട്രീയ ഉളുപ്പ് വേണം. മഹാത്മാഗാന്ധിയുടെ ഉദകക്രിയയ്ക്കാണോ അവർ അവിടെ പോയതെന്നും അദ്ദേഹം ചോദിച്ചു. ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കിയ ശേഷം BJPക്ക് ലഭിച്ച സംഭാവനയിൽ 50% വർധന. 2023-24 ലഭിച്ചത് 3967 കോടി. 24-25 ലഭിച്ചത് 6088 കോടി. BJPക്ക് ലഭിച്ചത് കോൺഗ്രസിനേക്കാൾ 12 ഇരട്ടി സംഭാവന എന്നാണ് കണക്ക്. കോൺഗ്രസിന് ലഭിച്ചത് 522 കോടി, DMK 365 കോടി, TMC 184 കോടി, CPM-നും CPM-ML-നും കൂടി 17 കോടി കിട്ടി. കോൺഗ്രസ് അടക്കം ഒരു ഡസൻ പാർട്ടികൾക്ക് ആകെ ലഭിച്ചതിനേക്കാൾ 4.5 ഇരട്ടി BJPക്കാർക്ക് ലഭിച്ചു. ഇലക്ട്രൽ ട്രസ്റ്റ് വഴി 3744 കോടിയും വ്യക്തികളും സ്ഥാപനങ്ങളും നേരിട്ട് നൽകിയത് വഴി 2344 കോടിയുമാണ് BJPക്ക് ലഭിച്ചത്. 2023-24 സാമ്പത്തിക വർഷം BJPക്ക് ലഭിച്ചത് 6 വർഷത്തെ ഏറ്റവും ഉയർന്ന തുകയാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് 100 കോടി, റുങ്ഡ സൺസ് 95 കോടി, വേദാന്ത 67 കോടി എന്നിവ BJPക്ക് നൽകി. ജമ്മു കാശ്മീരിലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തിന് സമീപം ചൈനീസ് നിർമ്മിത റൈഫിൾ സ്കോപ്പ് കണ്ടെത്തി. ജമ്മു മേഖലയിലെ അസ്രാദാബാദിലാണ് സംഭവം. 6 വയസ്സുള്ള ഒരു ആൺകുട്ടിക്കാണ് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് റൈഫിൾ സ്കോപ്പ് കിട്ടിയത്. കുട്ടി ഇത് ഉപയോഗിച്ച് കളിക്കുന്നത് കണ്ടതോടെയാണ് രക്ഷിതാക്കൾ ഇക്കാര്യം ശ്രദ്ധിച്ചതും പോലീസിനെ അറിയിച്ചതും. സ്നൈപ്പർ തോക്കിൽ ഘടിപ്പിക്കാവുന്നതാണ് കണ്ടെത്തിയ റൈഫിൾ സ്കോപ്പ്. സംഭവത്തിൽ സാംബ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും പോലീസും ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് ജമ്മു കാശ്മീർ പോലീസ് മേധാവി അറിയിച്ചു. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു.
വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട രാമനാരായണന്റെ ബന്ധുക്കളുമായി നടത്തിയ ചർച്ച വിജയകരം. മന്ത്രി കെ രാജനും ജില്ലാ ഭരണകൂടവും ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ആവശ്യം അംഗീകരിച്ചത്. 10 ലക്ഷം രൂപയിൽ കുറയാത്ത തുക നഷ്ടപരിഹാരം നൽകാമെന്ന് മന്ത്രി രാജൻ ചർച്ചയിൽ ഉറപ്പു നൽകി. മൃതദേഹം എംബാം ചെയ്ത ശേഷം ഛത്തീസ്ഗഡിലേക്ക് സർക്കാർ ചെലവിൽ എത്തിക്കും. രാമനാരായണന്റെ ബന്ധുക്കളെയും വിമാനമാർഗം നാട്ടിലെത്തിക്കും. രാമനാരായണന്റെ ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിൽ കേസിൽ ആൾക്കൂട്ട കൊലപാതകം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്താമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തിവന്ന പ്രതിഷേധം അവസാനിപ്പിച്ചെങ്കിലും കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. അനുകൂലമായ തീരുമാനമുണ്ടായാൽ മാത്രമേ മൃതദേഹം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് ബന്ധുക്കൾ നിലപാടെടുത്തിരുന്നു. ഇതോടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. ചർച്ചയിൽ മന്ത്രി കെ രാജൻ, തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മരിച്ച രാമനാരായണന്റെ ഭാര്യ ലളിത, കുട്ടികൾ, ബന്ധുക്കൾ എന്നിവർ പങ്കെടുത്തു. പ്രതികൾ രാമനാരായണനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിക്കുകയും രാമനാരായണന്റെ മുതുകിലും മുഖത്തും ചവിട്ടിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിന് പിന്നിൽ RSS BJP ക്രിമിനലുകളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇക്കാര്യം പകൽ പോലെ വ്യക്തമാണെന്നും കേസ് സത്യസന്ധമായി പരിശോധിക്കണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പുതിയ വെളിപ്പെടുത്തലുകൾ. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന 474 ഗ്രാം സ്വർണത്തിന് പകരമായി 9,99,995 രൂപ 5 ഡിമാൻഡ് ഡ്രാഫ്റ്റുകളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയെന്ന് ബെല്ലാരിയിലെ റോഥം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തി. ദേവസ്വം ബോർഡിന്റെ അന്നദാന ട്രസ്റ്റിലേക്കാണ് ഈ തുക കൈമാറിയതെന്ന് ഗോവർദ്ധൻ കോടതിയെ അറിയിച്ചു. പണം നൽകിയതിന്റെ രേഖകൾ ഇദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ശബരിമല അയ്യപ്പ സ്വാമിക്ക് ഏകദേശം 2,73,000 രൂപ വിലമതിക്കുന്ന ഒരു സ്വർണമാലയും താൻ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്നും ഗോവർദ്ധൻ പറയുന്നു. ഈ സ്വർണമാലയ്ക്കായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ 43,000 രൂപ മുടക്കി ഇൻഷുറൻസ് എടുത്തിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അന്വേഷണ സംഘം തന്നെ ഭീഷണിപ്പെടുത്തിയതായി ഗോവർദ്ധൻ ആരോപിക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ബെല്ലാരിയിൽ വന്ന് തന്നിൽ നിന്ന് 474 ഗ്രാം സ്വർണം റിക്കവറി ചെയ്തുവെന്നും ഇത് ഏകദേശം 59 ലക്ഷം രൂപയുടെ മൂല്യമുള്ളതാണെന്നും അദ്ദേഹം വാദിക്കുന്നു. സ്വർണത്തിന് പകരമുള്ള പണം ദേവസ്വത്തിന് നൽകിയ സാഹചര്യത്തിൽ വീണ്ടും സ്വർണം പിടിച്ചെടുത്തതിലൂടെ തനിക്ക് ഇരട്ടി നഷ്ടം സംഭവിച്ചുവെന്നാണ് ഗോവർദ്ധൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തന്റെ ബന്ധം 2009 കാലഘട്ടം മുതലുള്ളതാണെന്ന് ഗോവർദ്ധൻ വെളിപ്പെടുത്തി. കന്നഡയും ഇംഗ്ലീഷും മാത്രം അറിയുമായിരുന്ന തനിക്ക് പടിപൂജ ബുക്ക് ചെയ്യാൻ പോറ്റി സഹായിച്ചതോടെയാണ് ഈ സൗഹൃദം തുടങ്ങിയത്. തുടർന്ന് പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ നിർമ്മാണത്തിന് പൂർണ്ണമായും പണം മുടക്കിയത് താനാണെന്നും ഗോവർദ്ധൻ പറയുന്നു. തേക്കതടിയിൽ ചെമ്പുപാളികൾ പതിച്ച് അതിൽ സ്വർണം പൂശുന്നതിനുള്ള ചിലവുകൾ താനാണ് വഹിച്ചത്. പിന്നീട് കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശുന്നതിലും സ്പോൺസറാകാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. പണം നൽകിയതിന്റെയും പടിപൂജ ബുക്ക് ചെയ്തതിന്റെയും രേഖകൾ സഹിതമാണ് ഗോവർദ്ധൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്താദ്യമായി ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ ഹൃദയം ഇനി തുടിക്കുക നേപ്പാൾ സ്വദേശിനി ദുർഗ കാമി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 10 മണിയോടെ ഹൃദയമെടുത്ത് എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ചു. 12 മണിയോടെ ശസ്ത്രക്രിയ നടന്നു. ഹൃദയത്തിന് പുറമെ ഷിബുവിന്റെ 2 വൃക്കകൾ, കരൾ, 2 നേത്രപടലങ്ങൾ, സ്കിൻ എന്നിവയും ദാനം ചെയ്യും. ഒരു വൃക്കയും കരളും കിംസിലെ രോഗിയിൽ മാറ്റിവെച്ചു. ഹാർട്ട് വാൽവ്, നേത്രപടലങ്ങൾ എന്നിവ രോഗികൾക്ക് കൈമാറാനായി സൂക്ഷിച്ചു വെക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ മുൻപ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ടെങ്കിലും ഒരു ജില്ലാതല ആശുപത്രിയിൽ ഇത് ആദ്യമായാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് സംസ്ഥാന സർക്കാരിന്റെ അവയവദാന പ്രക്രിയയെ ഏകോപിപ്പിക്കുന്ന കേസോട്ടോ എറണാകുളം ജനറൽ ആശുപത്രിക്ക് കൈമാറിയിരുന്നു. ശസ്ത്രക്രിയ നടത്താൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ വ്യക്തമാക്കി. ഉപനായകനായി തിരഞ്ഞെടുത്തിട്ടും ബാറ്റർ എന്ന നിലയിൽ ദയനീയ പ്രകടനം കാഴ്ചവെച്ചതാണ് 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഗില്ലിന് പുറത്തേക്കുള്ള വഴി തുറന്നത്. കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും ഓപ്പണറായി ഇറങ്ങിയ ഗിൽ നിരാശപ്പെടുത്തി. അതേസമയം നായകൻ സൂര്യകുമാർ യാദവും സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിരുന്നത്. എന്നാൽ ടീമിന്റെ നായകനായതിലാണ് സൂര്യയെ ടീമിൽ നിലനിർത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. ലോകകപ്പ് പോലൊരു വലിയ ടൂർണമെന്റിന് മുൻപ് നായകനെ മാറ്റുന്നത് ശരിയായിരിക്കില്ല എന്ന വിലയിരുത്തലിലാണ് മാനേജ്മെന്റ് എത്തിയതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. IANSന്റെ റിപ്പോർട്ട് പ്രകാരം മത്സരങ്ങൾ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനാണ് ടീം മാനേജ്മെന്റ് പ്രാമുഖ്യം നൽകിയത്. അതിനെ തുടർന്നാണ് നിലവിലെ 2020 ലോക ചാമ്പ്യന്മാർ കൂടിയായ ടീമിന്റെ താൽപര്യങ്ങൾക്കായി ഗില്ലിനെ ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തത്. കഠിനമായ തീരുമാനമായിരുന്നുവെങ്കിലും ടീമിന്റെ മുന്നോട്ടു പോക്കിന് ഇത് ആവശ്യമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
യുകെയിൽ എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ നിയമമാവും. ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ മുഖ്യ വാഗ്ദാനമായ ബിൽ നടപ്പിലാകുന്നത് പാർട്ടി അധികാരത്തിലെത്തി 18 മാസങ്ങൾക്കു ശേഷം. പ്രയോജനം ലഭിക്കുന്നത് 15 ദശലക്ഷത്തോളം പേർക്ക്. യുകെയിൽ പുതിയ റെന്റേഴ്സ് റൈറ്റ്സ് ആക്ട് വരുന്നു. നിയമം പ്രാബല്യത്തിൽ വരുന്നത് മെയ് മാസത്തിൽ. ഹൗസിന് മൾട്ടിപ്പിൾ ഓക്യുപ്പേഷൻ ലൈസൻസ് ഇല്ല എങ്കിൽ കർശന നടപടി. വ്യവസ്ഥകൾ ലംഘിക്കുന്ന വീട്ടുടമസ്ഥർക്ക് വൻ പിഴ. യുകെയിൽ എനർജി ഡ്രിങ്കുകളുടെ അമിത ഉപയോഗം ആശങ്കയാകുന്നു. മുന്നറിയിപ്പുമായി മെഡിക്കൽ വിദഗ്ധർ. നോട്ടിംഗ്ഹാമിൽ 50 വയസ്സുള്ള ആരോഗ്യവാനായ ഒരു പുരുഷന് സ്ട്രോക്ക് സംഭവിച്ചതിൽ കടുത്ത ആശങ്ക. എനർജി ഡ്രിങ്ക് ഉപഭോഗം നിയന്ത്രിക്കാൻ കർശന നടപടി. അമേരിക്കയിൽ അറ്റോർണി ജനറൽ പാം ബോണ്ടിക്കെതിരെ ഇൻഹറന്റ് കണ്ടംപ്റ്റ് നടപടികൾ സ്വീകരിക്കാൻ US കോൺഗ്രസ്. നടപടി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ പൂർണ്ണമായി പുറത്തുവിടാത്തതിൽ പ്രതിഷേധിച്ചു. പുറത്തുവന്ന ഫയലുകളിൽ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ചിത്രങ്ങൾ ഉൾപ്പെട്ടതിനെ കുറിച്ച് വിശദീകരണം നൽകണമെന്ന് സെനറ്റർ ടിം കെയ്ൻ. ഇന്ത്യൻ കറൻസിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം നീക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. കറൻസിയിൽ ആർഷഭാരത സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിഹ്നമായിരിക്കും ഇനി ഉപയോഗിക്കുക എന്നും ജോൺ ബ്രിട്ടാസ്. പാർലമെന്ററി പാർട്ടിയുമായി ബന്ധമില്ലാത്ത പ്രിയങ്ക ഗാന്ധി എന്തിനാണ് മോദിയുടെ ചായ സൽക്കാരത്തിന് പോയതെന്നും MP. ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കിയ ശേഷം BJPക്ക് ലഭിച്ച സംഭാവനയിൽ 50% വർധന. 2024-2025 BJPക്ക് ലഭിച്ചത് 6088 കോടി. സംഭാവന കിട്ടിയത് കോൺഗ്രസിനേക്കാൾ 12 ഇരട്ടി. ഇലക്ട്രൽ ട്രസ്റ്റ് വഴി 3744 കോടി. വ്യക്തികളും സ്ഥാപനങ്ങളും വഴി BJPക്ക് ലഭിച്ചത് 2344 കോടി. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട രാമനാരായണന്റെ ബന്ധുക്കളുമായി നടത്തിയ ചർച്ച വിജയകരം. 10 ലക്ഷം രൂപയിൽ കുറയാത്ത തുക നഷ്ടപരിഹാരം നൽകും. മൃതദേഹം എംബാം ചെയ്ത ശേഷം ഛത്തീസ്ഗഡിലേക്ക് എത്തിക്കുന്നത് സർക്കാർ ചെലവിൽ. കേസിൽ ആൾക്കൂട്ട കൊലപാതകം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തും. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്ത്. സ്വർണത്തിന് പകരമായി 9,99,995 രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയെന്ന് റോധം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ. തുക കൈമാറിയത് അന്നദാന ട്രസ്റ്റിലേക്ക്. രേഖകൾ സഹിതം ഗോവർദ്ധൻ ഹൈക്കോടതി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.